മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയിൽ നാലാമത്തെ സെമസ്റ്ററിൽ പഠിക്കുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന സബ്ജക്റ്റിന്റെ ഒരു റിവിഷൻ സെഷനാണ് ആക്ച്വലി നമ്മളിവിടെ വിചാരിക്കുന്നത്. നിലവിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന സബ്ജക്ട് എന്താണ് എന്നുള്ളതും ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് എന്നുള്ള ആ ഒരു സബ്ജക്റ്റിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്, അത് ഏത് രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഒന്നാമത്തെ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാം. നിലവില് നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്, അതുപോലെ ടൈപ്സ് ഓഫ് പ്രഷേഴ്സ്, പ്രഷർ മെഷറിംഗ് ഡിവൈസസ്, ആ പ്രഷർ മെഷറിംഗ് ഡിവൈസസ് ഏതൊക്കെയാണ് എന്നുള്ള ഒന്ന് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു കോഴ്സ് ഔട്ട്കം 1 അതായത് മൊഡ്യൂൾ 1 നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 3 കാര്യങ്ങളാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, ഫ്ലൂയിഡ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതേപോലെ ടൈപ്സ് ഓഫ് പ്രഷേഴ്സ്, പ്രഷർ ഫ്ലൂയിഡ് പ്രഷർ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ പ്രഷർ മെഷറിംഗ് ഡിവൈസസ്, അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രഷേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ടൈപ്സ് ഓഫ് പ്രഷേഴ്സ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് ആ പ്രഷർ മെഷർ ചെയ്തെടുക്കുക, അപ്പൊ അതിന് ഏതൊക്കെ ഡിവൈസസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രോപ്പർട്ടീസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളെല്ലാവരും തന്നെ മനസ്സിലാക്കി കാണും, ഏകദേശം ഒരു 10-11ഓളം പ്രോപ്പർട്ടീസ് നമ്മൾ ഇതിനകത്ത് പഠിച്ചെടുക്കുന്നുണ്ട്. ഡെൻസിറ്റി, വെയിറ്റ് ഡെൻസിറ്റി, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, കംപ്രസിബിലിറ്റി, കാപ്പിലാരിറ്റി തുടങ്ങി നമ്മൾ ഏകദേശം ഒരു 11ഓളം പ്രോപ്പർട്ടീസ് നമ്മൾ ഇതിനകത്ത് പഠിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അത് ആ പ്രോപ്പർട്ടീസും കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ടൈപ്സ് ഓഫ് പ്രഷേഴ്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ ആ പ്രഷേഴ്സ് പഠിക്കുന്ന സമയത്തും അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഗേജ് പ്രഷർ, വാക്വം പ്രഷർ, ആബ്സൊല്യൂട്ട് പ്രഷർ, സീറോ അബ്സൊല്യൂട്ട് പ്രഷർ തുടങ്ങിയുള്ള പ്രഷേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അതിന്റെ ഓരോന്നിന്റെ അതിന്റെ ഒരു റിലേഷൻഷിപ്പ് ഗ്രാഫ് തന്നെ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പോ ഇവ ഓരോന്നും പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, അതല്ല ടൈപ്സ് ഓഫ് പ്രഷേഴ്സ് ആയിക്കോട്ടെ, ഇത് ടോട്ടലി കാൽക്കുലേഷൻ സെഷനും കൂടിയാണ്. നമ്മൾ തിയറി പഠിക്കുന്നതിന്റെ അത്രയും തന്നെ പ്രയോറിറ്റി എന്തിനും കൊടുക്കണം, ആ ഒരു കാൽക്കുലേഷനും കൂടെ നിർബന്ധമായിട്ടും കൊടുക്കണം. കാരണം നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2015 സ്കീമില് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടായിരുന്നു. അപ്പൊ ആ പേപ്പറിനകത്തും ഓൾമോസ്റ്റ് എഫ്എമ്മിന്റെ പോർഷൻ ആണ് ഇപ്പൊ നമ്മുടെ ഈ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിലവിൽ ഈ പ്രോപ്പർട്ടീസിന്റെ പ്രോബ്ലംസ് ഷുവർ ആണ്. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്രഷേഴ്സ് എന്നുള്ള ആ ഒരു പോർഷനിൽ നിന്നും നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, അതേപോലെ തന്നെ അതിന്റെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സൈഡും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഈ പ്രഷേഴ്സ് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ടൈപ്സ് ഓഫ് മെഷറിംഗ് ഡിവൈസസിനെ പറ്റി പഠിക്കുന്നത്. പ്രഷർ മെഷറിംഗ് ഡിവൈസസ് നിലവിൽ നമുക്കറിയാം 2 രീതിയിലാണ് പ്രഷർ മെഷറിംഗ് ഡിവൈസസ് ഉള്ളത്. അത് മാനോമീറ്റേഴ്സും മെക്കാനിക്കൽ ഗേജസുമാണ്. അപ്പോൾ ഈ മാനോമീറ്റേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ മാനോമീറ്റേഴ്സ് ഇൻബിൽട്ട് ആയിട്ട് അതിനകത്ത് ബിൽറ്റ് ചെയ്തെടുക്കണം. നേരെ മറിച്ച് മെക്കാനിക്കൽ ഗേജസ് ആകുമ്പോൾ എന്താണ്, നമുക്ക് ആവശ്യാനുസരണം അതിനകത്ത് കൊണ്ട് കണക്ട് ചെയ്യാനും റിലീസ് ചെയ്തെടുക്കാനും പറ്റുന്ന രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മാനോമീറ്റേഴ്സിൽ തന്നെ സിമ്പിൾ മാനോമീറ്റേഴ്സും ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സും ഉണ്ട്. അപ്പൊ മാനോമീറ്റേഴ്സ് പ്രധാനമായിട്ട് രണ്ട് തരം, സിമ്പിൾ മാനോമീറ്റേഴ്സും ഉണ്ട്, ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സും. അപ്പൊ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സിമ്പിൾ മാനോമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിലെ പ്രഷർ അളക്കുന്നതിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൈപ്പിലെ ഒരു പോയിന്റിലെ പ്രഷർ അളക്കുന്നതിനാണ് ഈ സിമ്പിൾ മാനോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ സിമ്പിൾ മാനോമീറ്റേഴ്സിന് ഒരു എക്സാമ്പിൾ ആണ് പീസോമീറ്റർ അല്ലെങ്കിൽ യൂട്യൂബ് മാനോമീറ്റർ പോലുള്ള കാര്യങ്ങൾ. നേരെ മറിച്ച് ഡിഫറൻഷ്യൽ മാനോമീറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും അതുപോലെ ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് 2 പൈപ്പിലെ അല്ലെങ്കിൽ ഏതെങ്കിലും 2 പോയിന്റിലെ പ്രഷർ തമ്മിലുള്ള ഡിഫറൻസ് അളക്കാനാണ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യം ആദ്യം ബോധ്യമാക്കി വെക്കുക. സിമ്പിൾ മാനോമീറ്റേഴ്സ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലെ പ്രഷർ അളക്കാനാണ്. നേരെ മറിച്ച് നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്ററിലേക്ക് വരുന്ന സമയത്ത് 2
പോയിന്റുകൾ തമ്മിലുള്ള ആ രണ്ട് പോയിന്റിലെയും പ്രഷേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാനാണ്, ഡിഫറൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ക്രൈറ്റീരിയ ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം ഈ പോർഷൻസ് പഠിച്ചെടുക്കാൻ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഈ ഒരു യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ യൂട്യൂബ് എന്നുള്ള പേര് വരാൻ തന്നെ കാരണം എന്താണ്, അതിന് യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് അതിനകത്ത് ഫിക്സ് ചെയ്യുന്നത്, അല്ലെ? ആ ഒരു ഷേപ്പിലാണ് ആ ഒരു കൺസ്ട്രക്ഷൻ വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആകുമ്പോൾ രണ്ട് പൈപ്പാണ്, ഇവിടെ ഒരു പൈപ്പാണ്, അതിന്റെ അങ്ങേ അറ്റത്ത് ഇവിടെ ഒരു പൈപ്പ്. അപ്പൊ രണ്ട് പൈപ്പിനെയാണ് ആക്ച്വലി യൂട്യൂബ് ഡിഫറൻഷ്യലിന്റെ കേസിൽ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്. നേരെ മറിച്ച് യൂട്യൂബ് മാനോമീറ്ററിന്റെ കേസ് ആണെങ്കിൽ അതിൽ ഒരൊറ്റ പൈപ്പ്, ക്രോസ് സെക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ആ ഒരൊറ്റ പൈപ്പിന്റെ ഒരു സെഷനാണ്, ആ ഒരു പ്രഷർ അളക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂട്യൂബ് മാനോമീറ്റർ വെക്കുന്നത്. ഇനി അതേപോലെ ഇൻവേർട്ടഡ് യൂട്യൂബിന്റെ കേസ് വരികയാണെങ്കിൽ, ഇൻവേർട്ടഡ് യൂട്യൂബിന്റെ കേസിൽ നമ്മൾ എന്താണ്, ഇത് നേരെ തല കമിഴ്ത്തി വെക്കുക, അല്ലെ? തല തിരിച്ചു വെക്കുന്ന രീതി. അപ്പൊ ഇൻവേർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് മീനിങ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഇത് മൂന്നും തിയറി എന്താണ് എന്നുള്ളതും അറിഞ്ഞിരിക്കണം. കാരണം ആ ഇക്വേഷൻ ജനറേറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഒരേ ഒരു, ഈ എല്ലാ മാനോമീറ്റേഴ്സിന്റെ കേസിലും നമ്മൾ ഒരേ പ്രിൻസിപ്പിളിലാണ്. അതായത് ദ പ്രഷർ അറ്റ് ലെഫ്റ്റ് ലിംബ് ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് റൈറ്റ് ലിംബ്. അപ്പൊ ആ ലെഫ്റ്റ് ലിംബിലെ പ്രഷർ എത്ര ആണോ അതന്നെ അതിന് ഈക്വൽ ആയിരിക്കണം എന്ത് വരുന്നത്, റൈറ്റ് ലിംബിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ആ ഒരു ബോധ്യത്തോട് കൂടി തന്നെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്താ, ഈ ഒരു മൊഡ്യൂള് ടോട്ടലി പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോ ഇതിനകത്ത് ഇക്വേഷൻ ജനറേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ. ഓരോ ക്വസ്റ്റ്യനും എന്താണ്, സെപ്പറേറ്റ് സെപ്പറേറ്റ് രീതിയിലായിരിക്കും ഇക്വേഷൻസ് വരിക. അപ്പൊ ഇത് ജനറേറ്റ് ചെയ്യുന്ന ആ കൂടി ഒരേ ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ മാത്രം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ദ പ്രഷർ അറ്റ് ലെഫ്റ്റ് ലിംബ് ഈക്വൽ ടു പ്രഷർ അറ്റ് റൈറ്റ് ലിംബ് എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുള്ളൂ. ആ ഒരു കൺസെപ്റ്റോട് കൂടി ഇത്തരം ക്വസ്റ്റ്യൻസിനെ ഒന്ന് അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഈ ഒരു മൊഡ്യൂൾ തീർക്കാൻ പറ്റും. അപ്പോ നമ്മൾ ഇപ്പൊ ഇതിൽ പ്രധാനമായിട്ടും വരുന്ന, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിർബന്ധമായിട്ടും 7 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെഷനാണ് ഈ പ്രോപ്പർട്ടീസിന്റെ ഡെഫിനിഷൻ എന്നുള്ളത്. നമ്മുടെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഏകദേശം ഒരു 10-11 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും മാസ് ഡെൻസിറ്റി, സ്പെസിഫിക് വോളിയം, കൈനമാറ്റിക് വിസ്കോസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, ഈ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഒരു ഡെഫിനിഷൻ മോഡ് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് പഠിച്ചെടുക്കാനൊക്കെ ഉള്ള ഒന്ന് രണ്ട് ടിപ്സും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ആ ഒരു ഡിസ്കഷനോട് കൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി പറയുന്ന ഡെൻസിറ്റീനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മാസ് ഡെൻസിറ്റിന്റെ ഇക്വേഷനും എന്ത് തന്നെയാണ്, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റോ എന്ന സിമ്പിൾ വെച്ചിട്ടാണ്, അല്ലെ? മാസ് ഡെൻസിറ്റി എന്ന ഈ സിമ്പിള് റോ ആണ്. മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം, മാസ് ബൈ വോളിയം. അപ്പൊ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ്. അപ്പൊ മാസ് ബൈ വോളിയം എന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി അഥവാ മാസ് ഡെൻസിറ്റി നമ്മൾ പഠിച്ചു. അപ്പൊ ഇതില് ഒരു ടിപ്പ് പറഞ്ഞു തരാണ്. മാസ് ബൈ വോളിയം ആയതുകൊണ്ട് മാസ് ഡെൻസിറ്റി ആയി. നേരെ മറിച്ച് വെയിറ്റ് ബൈ വോളിയം വന്നാൽ അത് വെയിറ്റ് ഡെൻസിറ്റി ആയി മാറും. ഇതില് ലാസ്റ്റത്തെ ഡി സെഷൻ തന്നെയാണ്, അല്ലെ? വെയിറ്റ് ഡെൻസിറ്റി അഥവാ സ്പെസിഫിക് വെയിറ്റ്. അതിനെ സ്പെസിഫിക് വെയിറ്റിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് വെയിറ്റ് ഡെൻസിറ്റി. അപ്പോ ഈ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ വോളിയം, മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. ഈ ഒരു കാര്യം ഇവിടെ നിന്നേ പഠിച്ചു വെക്കുക. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ഇക്വേഷൻസ്, ആ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ തന്നെ അതിന്റെ ഡെഫിനിഷൻ എഴുതാനും അതേപോലെ പ്രോബ്ലംസ് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പൊ എന്താണ്, നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ദ ഡെൻസിറ്റി ഓർ മാസ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് ദ ഫ്ലൂയിഡ്, അല്ലെ? മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം. അപ്പൊ മാസ് ബൈ വോളിയം എന്ന ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ആ ഒരു കാര്യം കറക്റ്റ് ആക്കി പഠിക്കുക. ദെൻ ബി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നുള്ളത് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്നുള്ളതാണ്. അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റിന്റെ കേസിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ഇക്വേഷൻ, നമ്മൾ മാത്തമാറ്റിക്കലി ന്യൂ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചില കേസിൽ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ സ്മോൾ ലെറ്റർ വി എന്ന് അതിനകത്ത് കാണാറുണ്ട്. നമ്മൾ സാധാരണ
ന്യൂ എന്ന് പറയുന്ന ആ ഒരു സിമ്പലാണ് ഈ കാണിച്ചിരിക്കുന്നത്. കൈനമാറ്റിക് വിസ്കോസിറ്റി. വിസ്കോസിറ്റി ഇസ് ഈക്വൽ ടു റോ സോറി മ്യൂ ബൈ റോ എന്നതാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. ഈ മ്യൂ എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. റോ എന്ന് പറയുന്നത് മാസ് ഡെൻസിറ്റി അഥവാ ഡെൻസിറ്റി ആണ്. അപ്പൊ ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റിനെയാണ് നമ്മൾ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷനും മറ്റുള്ള കാര്യങ്ങളും എഴുതാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിന്റെ യൂണിറ്റ്സും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുകയാണ്. നമ്മൾ സാധാരണ CGS യൂണിറ്റ് പ്രകാരം ഈ കൈനമാറ്റിക് വിസ്കോസിറ്റിനെ പറയുന്നത് സ്റ്റോക്സ് എന്നുള്ളതാണ്. ഇപ്പൊ ഡൈനാമിക് വിസ്കോസിറ്റി ആണ് പറയുന്നതെങ്കിൽ അത് പോയ്സ് എന്നുള്ള ഒരു പേരിലാണ് അറിയപ്പെടുന്നത് എങ്കിൽ CGS യൂണിറ്റ് പ്രകാരം നമ്മൾ ഇതിനെ പറയുന്നത് സ്റ്റോക്സിലാണ്. അപ്പോ പ്രത്യേകമായിട്ട് ഓർമ്മയിൽ വെക്കുക, ന്യൂ ഇസ് ഈക്വൽ ടു മ്യൂ ബൈ റോ എന്നതാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്നുള്ളതിന്റെ ഇക്വേഷൻ. ആ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ദെൻ സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്പെസിഫിക് വോളിയം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഡെൻസിറ്റിന്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. ഇപ്പൊ ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണെങ്കിൽ വോളിയം ബൈ മാസ് ആണ് എന്തെന്ന് പറയുന്നത് ആ സ്പെസിഫിക് വോളിയം എന്നുള്ളത്, വോളിയം ബൈ മാസ്. അപ്പൊ ഈ ഒരു വോളിയം ബൈ മാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പറയാവുന്ന കാര്യം തന്നെയാണ്, ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ മാസ് ഡെൻസിറ്റി. ഇറ്റ് കൺസിഡർ ആസ് ഓൺലി ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ്. ഗ്യാസസിന്റെ കേസിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് കൺസിഡർ ചെയ്യാറുള്ളത് എന്നുള്ളതാണ് അതിന്റെ ഒരു തത്വം. ഓക്കെ, അതില് നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വെയിറ്റ് ഡെൻസിറ്റി എന്താണെന്നുള്ളത്. വെയിറ്റ് ഡെൻസിറ്റി നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സ്പെസിഫിക് വെയിറ്റ് എന്നുള്ളത്. അപ്പോ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെയിറ്റ് ഡെൻസിറ്റി നോർമലി വെയിറ്റ് ബൈ വോളിയം എന്ന് തന്നെയാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ ആ വെയിറ്റ് ബൈ വോളിയം W/V അല്ലെ, വെയിറ്റ് ബൈ വോളിയം. അപ്പൊ ഇതിൽ സ്മോൾ w വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് സ്പെസിഫിക് വെയിറ്റിനെ അഥവാ വെയിറ്റ് ഡെൻസിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. ഇതിനെ നമ്മൾ നോർമലി വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. അപ്പോ ഇതിനകത്ത് മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ വോളിയം എന്ന ഫോമിലേക്ക് എഴുതാം. അപ്പൊ ഈ മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, റോ ആണ്. അപ്പൊ അതുകൊണ്ടും തന്നെ റോ ഇൻറ്റു ജി എന്നതും ഈ സ്പെസിഫിക് വോളിയത്തിന്റെ അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റിന്റെ അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റിന്റെ ഒരു ഇക്വേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോ വെയിറ്റ് ഡെൻസിറ്റിക്ക് രണ്ട് ഇക്വേഷൻ നമുക്ക് പറയാം. വെയിറ്റ് ബൈ വോളിയം എന്നുള്ളതും അതിന്റെ ഇക്വേഷൻ ആണ്, അതേപോലെ തന്നെ റോ ജി എന്നുള്ളതും അടുത്തൊരു ഇക്വേഷൻ ആണ്. അത് കറക്റ്റ് ആയിട്ട് ഓർമ്മയിൽ വെക്കുക. വെയിറ്റ് ഡെൻസിറ്റിന്റെ കേസിലാണ് ഈ ഒരു റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ നമുക്ക് ഈ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നിർബന്ധമായിട്ടും പഠിച്ചു തന്നെ പോവുക. ദെൻ രണ്ടാമത്തെ ഒരു ചോദ്യം, സ്റ്റേറ്റ് ദ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? നിയർലി നമുക്ക് ആ ഒരു ഇക്വേഷൻ മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു du/dy. ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് എന്നാണ്. du/dy എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഓർ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ ഒരു ഇത് നോക്കാം. The Newton's law of viscosity states that the shear stress between two adjacent layers of fluid is directly proportional to the velocity gradients or rate of shear strain between two layers. അപ്പോൾ ഈ ഷിയർ സ്ട്രെസ് എന്നുള്ളത് നമ്മുടെ വെലോസിറ്റി ഗ്രേഡിയന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ന്യൂട്ടൺസ് ഈ വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ നോക്കുന്നതാണ് നമ്മൾ ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു du/dy എന്നുള്ളത്. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ആ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇക്വേഷൻ ജനറേറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ആളാണ് മ്യൂ എന്നുള്ളത്. മ്യൂ ആണ് അതിന്റെ വിസ്കോസിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി കോൺസ്റ്റന്റ് ഒക്കെ ആയി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മ്യൂ ആണ്. അപ്പോ മ്യൂ എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. du/dy എന്ന റേറ്റ് ഓഫ് ഷിയർ ഡിഫോർമേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു du/dy എന്നുള്ള ആ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സാമിന് ഈ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഇക്വേഷൻ നമ്മളൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിന്റെ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മളുടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പഠിച്ചു പോവാം. മൂന്നാമത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രഷേഴ്സ് വിത്ത് നീറ്റ് സ്കെച്ച് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ പ്രഷേഴ്സ് ഏതൊക്കെയാണ് അതിന്റെ സ്കെച്ച് വരയ്ക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കേസ് വന്നു കഴിഞ്ഞാൽ നീറ്റായിട്ട് വരയ്ക്കേണ്ടത് ഈ ഒരു സ്കെച്ചാണ്. അപ്പൊ മനസ്സിലാക്കുക, ഇതിനൊരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും വന്നിട്ടുണ്ട്. ഈ എക്സ് ആക്സിസിനകത്ത് അബ്സല്യൂട്ട് സീറോ പ്രഷറും വൈ ആക്സിസിനകത്ത് ടൈപ്സ് ഓഫ് പ്രഷേഴ്സും ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതില് നമ്മൾ ഇതിന്റെ ഒരു റെഫറൽ ലൈൻ ആക്കി എടുക്കുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. ഈ അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ മുകളിൽ എ എന്നൊരു പോയിന്റ് ഉണ്ട്. ആ എ എന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ഗേജ് പ്രഷർ ആയിട്ടും താഴെ ബി എന്നൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് ആ ബി വരെയുള്ള ഡിസ്റ്റൻസിന്റെ വാക്വം പ്രഷർ ആയിട്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ മനസ്സിലായ ഒരു കാര്യം, റെഫറൻസ് എന്നുള്ളത് അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ മുകളിൽ വരുന്ന പ്രഷേഴ്സിനെ നമ്മൾ ഗേജ് പ്രഷേഴ്സ് എന്നും അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ താഴെ വരുന്നതിനെ വാക്വം പ്രഷേഴ്സ് എന്നുമാണ് പറയുന്നത്. അപ്പോ ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ അബ്സല്യൂട്ട് സീറോ പ്രഷറിന്റെ മുകളിൽ വരുന്ന എല്ലാ പ്രഷേഴ്സും ആബ്സല്യൂട്ട് പ്രഷേഴ്സ് ആണ്. അപ്പോ ബി വരെയുള്ള ഡിസ്റ്റൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ 0 to എ വരെയുള്ള ഡിസ്റ്റൻസ് ആണെങ്കിലും ഇതെല്ലാതും നമ്മൾ പറയുന്നത് ആബ്സല്യൂട്ട് പ്രഷർ എന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രധാനമായിട്ടുള്ള 4 പ്രഷേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ പറയാം: അറ്റ്മോസ്ഫിയർ പ്രഷർ, ഗേജ് പ്രഷർ, വാക്വം പ്രഷർ, ആബ്സല്യൂട്ട് പ്രഷർ. അപ്പൊ ഇത് നോക്കുന്ന സമയത്ത് ഇവ തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോ ഗേജ് പ്രഷറിന്റെ കേസിലാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ അബ്സല്യൂട്ട് പ്രഷർ ഇപ്പൊ ഇതുവരെ ഉണ്ട് അല്ലെ, ഈ ടോട്ടൽ ലെങ്ത് ആണ് ഇതിന്റെ അബ്സല്യൂട്ട് പ്രഷർ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് പറയാം ഇതുവരെ ഉള്ളത് ഓട്ടോമാറ്റിക്കലി അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. അതേ പ്ലസ് ഗേജ് പ്രഷർ ചെയ്താൽ ആരെ കിട്ടും? ഈ അബ്സല്യൂട്ട് പ്രഷറിന് കിട്ടും. അപ്പൊ അതിന്റെ ഇക്വേഷനും അത് തന്നെയാണ്. അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. ഇപ്പൊ ഗേജ് പ്രഷറിന്റെ കേസ് വന്നാൽ നമുക്ക് ചെയ്യാറിയാം. ഇനി വാക്വം പ്രഷറിന്റെ കേസിലാണ് നമ്മൾ പറയുന്നത് എങ്കിൽ, അപ്പൊ വാക്വം പ്രഷറിന്റെ കേസിൽ എന്താണ്? വാക്വം വരെ ഉള്ളതാണ് അതിന്റെ അബ്സല്യൂട്ട് പ്രഷർ. അപ്പോൾ ഇതുവരെ ഉള്ളത് അറ്റ്മോസ്ഫിയർ പ്രഷർ മുതൽ ഈ വാക്വം ഈ ബി എന്ന പോയിന്റ് വരെ ഉള്ളത് വാക്വം പ്രഷർ ആണ് അല്ലെ. അപ്പോ ഇതിലെ അബ്സല്യൂട്ട് പ്രഷർ നമ്മൾ കാണുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് വാക്വം പ്രഷർ ചെയ്താലാണ് ഈ ഒരു ഡിസ്റ്റൻസ് ആയിട്ടുള്ള അബ്സല്യൂട്ട് പ്രഷർ നമ്മൾ കിട്ടുന്നത്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ മുകളിലുള്ളത് ഗേജ് പ്രഷർ ആണ്, അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ താഴെ ഉള്ളത് വാക്വം പ്രഷർ ആണ്. അപ്പോ ഇത്തരത്തിൽ ഈ പേരുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചെടുക്കുക. ഈ വാക്വം പ്രഷർ നമ്മൾ നെഗറ്റീവ് ഗേജ് പ്രഷർ എന്നും പറയാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ ഈ നെഗറ്റീവ് ഗേജ് പ്രഷർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഡൗട്ട് വരാൻ പാടില്ല. അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാക്വം പ്രഷർ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് എയർ എർത്ത് സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന ആ പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഒരു ലോയോ കാര്യങ്ങളോ ഒന്നുമല്ല, നിങ്ങളുടേതായിട്ടുള്ള ടേംസിൽ എഴുതിയാൽ മതി. പക്ഷെ കണ്ടന്റ് സെയിം ആയിരിക്കണം. കണ്ടന്റ് ഒരേ നമ്മുടെ വിചാരിച്ച കണ്ടന്റ് ആവണം, വേറെ കണ്ടന്റ് ആയി പോരുത്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇതിനകത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതാവുന്ന കാര്യങ്ങൾ, അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് ഓൾസോ നോൺ ആസ് ബാരോമെട്രിക് പ്രഷർ. ബാരോമെട്രിക് പ്രഷർ എന്നും അറ്റ്മോസ്ഫിയർ പ്രഷറിനെ പറയാറുണ്ട്. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എൻവലപ്പ് ഓഫ് എയർ ഓൺ ദ എർത്ത് സർഫസ്. അപ്പോ എയറിന്റെ ഒരു എൻവലപ്പ് അല്ലെ, അറ്റ്മോസ്ഫിയറിക് എയറിന്റെ ഒരു എൻവലപ്പ് എർത്ത് സർഫസിൽ വരുത്തുന്ന എക്സേർട്ട് ചെയ്യുന്ന ആ പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അറ്റ്മോസ്ഫിയർ പ്രഷറിന് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ചില വാല്യൂസ് ഉണ്ട്. ആ വാല്യൂ ഇപ്പൊ നമ്മൾ ഓരോ യൂണിറ്റിൽ പറയുമ്പോഴും, പ്രഷറിന്റെ കേസിൽ നമ്മൾ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ പറയാറുണ്ട് അല്ലെ. അപ്പൊ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് പറയുന്നതെങ്കിൽ 101.325 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പറയാറുണ്ട്. ഇനി അതല്ല മീറ്റർ ഓഫ് വാട്ടറിലാണെങ്കിൽ 10.33 മീറ്റർ ഓഫ് വാട്ടർ പറയാറുണ്ട്. അതല്ല HG ന്റെ കേസ് ആണെങ്കിൽ 760 mm ഓഫ് HG പറയാറുണ്ട്.
ഇനി ബാറിന്റെ കേസിലാണെങ്കിൽ 1.01 ബാറിലും പറയാറുണ്ട്. അപ്പൊ ഏത് യൂണിറ്റ് ആണോ അതിനനുസരിച്ച് നമ്മളെ ഈ വാല്യൂസിലുള്ള ചേഞ്ച് മനസ്സിലാക്കി വെക്കുക. കറക്റ്റ് ആയിട്ട് ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട വാല്യൂസ് ആണ്. ഇത് പല ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. അപ്പോ അബ്സല്യൂട്ട് പ്രഷറിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ഇത്രയും കാര്യമേ ഉള്ളൂ. ദ പ്രഷർ എബോവ് സീറോ അബ്സല്യൂട്ട് പ്രഷർ ഈസ് കോൾഡ് അബ്സല്യൂട്ട് പ്രഷർ. സീറോ അബ്സല്യൂട്ട് പ്രഷറിന് മുകളിലുള്ള എല്ലാ പ്രഷേഴ്സും എന്താണ്? അബ്സല്യൂട്ട് പ്രഷർ ആണ്. അപ്പൊ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പി അബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു പി എ ടി എം പ്ലസ് പി ഗേജ് അല്ലെ. അപ്പോൾ നമ്മൾ ഗേജ് പ്രഷറിന്റെ കേസിലാണ് ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇനി അതല്ല വാക്യൂം പ്രഷർ ആണെങ്കിൽ പി അബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു പി എ ടി എം മൈനസ് പി വാക്യൂം. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് വാക്യൂം പ്രഷർ ചെയ്താലും നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ തന്നെയാണ് കിട്ടാനുള്ളത്. അപ്പോൾ ഏതാണോ നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാലും ഏത് പ്രഷറാണ് തന്നിരിക്കുന്നത് നോക്കുക, അതിനനുസരിച്ച് ഇക്വേഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഗേജ് പ്രഷറിന്റെ കേസാണ്. അപ്പൊ ഗേജ് പ്രഷറിന്റെ കേസിൽ ഇത്രേ ഉള്ളൂ. എന്താണ് നമ്മളൊരു സാധാരണ ഇതിനെ പറയാറുള്ളത് ഗേജസ് വെച്ച് അളന്നെടുക്കുന്ന പ്രഷർ എന്ന് തന്നെയാണ് പറയാറുള്ളത്. അതായത് പോസിറ്റീവ് പ്രഷേഴ്സ് എന്ന് പറയാം അല്ലെ. അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ മുകളിലുള്ള പ്രഷേഴ്സ്. ദിസ് പ്രഷർ ഈസ് ഓൾവേസ് എബോവ് ദാറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ മുകളിൽ വരുന്ന പ്രഷേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ. വാക്യൂം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? just below atmospheric pressure. It is the pressure below the atmospheric pressure. അപ്പൊ നമ്മള് വാക്യൂം പ്രഷർ, ഗേജ് പ്രഷർ, ആബ്സല്യൂട്ട് പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷർ, 4 പ്രഷറാണ്. ഇതിന്റെ ഇക്വേഷൻസും അതുപോലെ തന്നെ ഇവ തമ്മിലുള്ള റിലേഷനും കറക്റ്റ് ആയിട്ട് വരയ്ക്കാനും പഠിക്കുക, എഴുതാനും പഠിക്കുക. നമ്മൾ ഈ ഒരു പ്രോബ്ലം കാണുന്ന സമയത്ത് ഇപ്പൊ ഇതില് നിലവിലെ ലെഫ്റ്റ് ലിംബിലെ പ്രഷർ നമുക്കറിയാം. പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ അറ്റ് പോയിന്റ് എ, അഥവാ ഈ ഒരു എ എന്ന പൈപ്പിനകത്തുള്ള പ്രഷർ. അതുപോലെ തന്നെ ലെഫ്റ്റ് ലിംബിൽ അടുത്തൊരു പ്രഷർ വെച്ചാൽ ഈ ഒരു ഹൈറ്റിൽ വരുന്ന പ്രഷറാണ്. അപ്പൊ ഈ ഹൈറ്റിലെ പ്രഷർ എന്ന് വെച്ചാൽ പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? റോ ജി എച്ച് ആണ്. പി ഇസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്. അപ്പൊ ആ റോ ജി എച്ച് പ്രകാരമാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ പ്രകാരം റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ടറിന്റെ ഡെൻസിറ്റി. ഓക്കെ, വാട്ടർ ആണ് എയിലും ബിയിലും നമ്മളിപ്പോ ഒഴുകുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് വാട്ടറിന്റെ ഡെൻസിറ്റി റോ ആണ്. ജി എന്ന് പറഞ്ഞാൽ 9.81 ആണ്. അതേപോലെ എച്ച് എന്ന് പറഞ്ഞ 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന് തന്നതിനകത്ത് ചെറിയൊരു തിരുത്ത് ഞാൻ വരുത്താണ്. കാരണം സീറോ മാത്രമേ കൊടുത്തില്ല. അപ്പൊ 0.3 മീറ്റർ ആണത് കേട്ടോ. അത് 0.3 എന്നാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ടോട്ടൽ പ്രഷർ. അപ്പൊ പി എ ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഹൈറ്റിലുള്ള പ്രഷർ ഉണ്ട്. അത് നമ്മൾ മെൻഷൻ ചെയ്തു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ലെഫ്റ്റ് ലിംബിലെ പ്രഷർ ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. അതുപോലെ തന്നെ റൈറ്റ് ലിംബിലെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ മുതൽ നമ്മുടെ ഈ ഡാറ്റം ലൈന് മുതൽ ഈ ഒരു നമ്മുടെ ഹെവി ലിക്വിഡ് ക്ലോസ് ആവുന്ന എത്ര ഹൈറ്റിൽ എന്തുണ്ട്? ഒരു ഹൈറ്റ് ആയിട്ട് പരിഗണിക്കണം. അതേപോലെ ഇതിനടുത്തൊരു ഹൈറ്റ് ആയിട്ട് പരിഗണിക്കണം. അതുപോലെ ബി എന്നൊരു പോയിന്റിലെ പ്രഷറും ഇതിനകത്ത് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രഷേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. പോയിന്റ് ബിയിലെ പ്രഷറിനെ നമ്മൾ പി ബി എന്ന് കൺസിഡർ ചെയ്തു. അതേപോലെ ഈ 30 ഹൈറ്റിൽ വരുന്ന പ്രഷറിനെ നമ്മൾ ഈ 1000 റോ ജി എച്ച് പ്രകാരം റോ 1000 ആണ്, 9.81 ആണ് ജി, 0.3 ആണ് അതിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ ഈ രീതിയിൽ അത് കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു ഹൈറ്റിൽ, അപ്പൊ ഇതിന്റെ ഈ ഒരു ചെറിയ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ ടോട്ടൽ ഹൈറ്റ് 50 ആണ്. അപ്പൊ അതിൽ 30 ഇവിടെ പോയി കഴിഞ്ഞാൽ ബാക്കി 20 ആണ് ഈ ഹൈറ്റ് വരിക. മാത്രമല്ല ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ 0.8 സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇൻറ്റു 1000 ചെയ്താലാണ് നമുക്ക് അതിന്റെ ഡെൻസിറ്റി കിട്ടുക. അതാണ് ആ 0.8 ഇൻറ്റു 1000 ചെയ്തപ്പോഴാണ് 800 എന്നുള്ള ഡെൻസിറ്റി നമുക്ക് അവിടെ കിട്ടിയുള്ളത്. അപ്പോൾ റോ ജി എച്ച് ആണ്. ജി എന്നുള്ള 9.8 ആണ്, എച്ച് എന്നുള്ളത് 0.2 ആണ്. 20 സെന്റിമീറ്ററിനെ നമ്മൾ 0.2 മീറ്റർ ആക്കി കൺസിഡർ ചെയ്തു. ആ രീതിയിൽ ചെയ്തു വന്നാൽ അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ പി ബി മൈനസ് ഈ ഒരു വാല്യൂ, അതാണ് നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പി എ മൈനസ് ഒരു വാല്യൂ, അതുപോലെ പി ബി മൈനസ് ഒരു വാല്യൂ, ഇത് രണ്ടും ഈക്വൽ ആണ്. കാരണം ലെഫ്റ്റ് ലിംബിലെ പ്രഷർ ഈക്വൽ ടു റൈറ്റ് ലിംബിലെ പ്രഷർ എന്നുള്ള ഒരു വാല്യൂക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ആ ഒരു പി എ മൈനസ് പി ബി അല്ലെങ്കിൽ പി ബി മൈനസ് പി എ ചെയ്താൽ നമുക്ക് വലുതെന്ന് ചെറുതന്നെ കുറച്ച് നോക്കാം. അപ്പൊ ആ ഒരു മൈനസ് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാതും ഹാൻഡിൽ ചെയ്യേണ്ടത്. കറക്റ്റ് ആയിട്ട് ഇത് എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് നോക്കുക. അപ്പൊ അതിനകത്ത് ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, ലെഫ്റ്റ് ലിംബിലെ പ്രഷറും റൈറ്റ് ലിംബിലെ പ്രഷറും ഈക്വൽ ആണ്. ആ ഒരു ഈക്വൽ ആണ് എന്നുള്ള ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുന്നു, നമ്മൾ വാല്യൂസ് പുട്ട് ചെയ്യുന്നു.
അപ്പൊ ഇനി യൂട്യൂബ് മാനോമീറ്റർ ആയിക്കോട്ടെ, അതല്ല ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ ആയിക്കോട്ടെ, ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ ആയിക്കോട്ടെ, ഇത് ഏതിലാണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇത് ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ ആയതുകൊണ്ട് നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ, ഇപ്പൊ PA മൈനസ് എന്നുള്ള ഒരു ഡിജിറ്റ് ആണ് എടുത്തിട്ടുള്ളത് അല്ലെ. നേരെ മറിച്ച് ഇവിടെ യൂട്യൂബ് ഡിഫറൻഷ്യൽ ഒക്കെയാണ് വരുന്നതെങ്കിൽ, താഴോട്ടുള്ള യൂട്യൂബ് കേസിലാണ് വരുന്നതെങ്കിൽ അത് ഈ മൈനസിന് പകരം പ്ലസ് ആക്കി കൊടുക്കാന്നുള്ള ഒരൊറ്റ ചേഞ്ച് നിലവിൽ വരുന്നുള്ളൂ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോക്കി ചെയ്യാം. ദെൻ നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന അടുത്തൊരു പ്രോബ്ലമാറ്റിക് സൈഡ് ആണ് ഈ പ്രോപ്പർട്ടീസിന്റെ സൈഡ്. അപ്പൊ ആ പ്രോപ്പർട്ടീസിന്റെ സൈഡിൽ ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ സ്പെസിഫിക് വെയിറ്റ് കാണണം, അതുപോലെ വെയിറ്റ് കാണണം. എന്തിന്റെ? 1 ലിറ്റർ ഓഫ് പെട്രോളിന്റെ അല്ലെ. 1 ലിറ്റർ ഓഫ് പെട്രോളിന്റെ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.7 ആണ് എന്നുള്ളൊരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടും? ഡെൻസിറ്റി എന്നൊരു സാധനം കിട്ടും അല്ലെ. സ്പെസിഫിക് ഗ്രാവിറ്റി ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും? ഡെൻസിറ്റി ഓഫ് പെട്രോൾ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നതല്ല, ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിലേഷൻ ആണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഡെൻസിറ്റി എന്ന സംഭവം കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നുള്ളത് 1000 ആണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ ഈസിയാണ്. അപ്പോ ഡെൻസിറ്റി ഓഫ് പെട്രോൾ എന്നുള്ളത് കണ്ടുപിടിക്കാം ഡെൻസിറ്റി ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്താൽ. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി 0.7 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണെന്ന് അറിയാം. അപ്പൊ അങ്ങനെ ഇക്വേഷൻ പ്രകാരം നമ്മുടെ ആൻസർ 700 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നൊരു വാല്യൂ കിട്ടി. ഇനി സ്പെസിഫിക് വെയിറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ w അല്ലെ, വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഈ സ്പെസിഫിക് വെയിറ്റിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വെയിറ്റ് ബൈ വോളിയം എന്ന് ചെയ്യാം, അതല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻറ്റു ജി, റോ ഇൻറ്റു ജി എന്നുള്ളൊരു ഇക്വേഷൻ നിലവിലുണ്ട്. അപ്പൊ ഇക്വേഷൻസ്, ഈ പ്രോപ്പർട്ടീസിന്റെ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതില് ഡെൻസിറ്റി ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു, 700 ആണ്. അതേപോലെ ജി എന്നുള്ള വാല്യൂ നമുക്കറിയാം, 9.81 ആണ്. അപ്പൊ 700 ഇൻറ്റു 9.81 ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇതിനൊരു കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ വെയിറ്റ് ആണ് നമ്മൾ അടുത്തായിട്ട് കണ്ടുപിടിക്കാനുള്ളത്. വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്പെസിഫിക് വെയിറ്റിന്റെ ഇക്വേഷൻ പ്രകാരം വെയിറ്റ് ബൈ വോളിയം ആണ് എന്ത് നമ്മുടെ സ്പെസിഫിക് വെയിറ്റ് എന്നുള്ള സംഭവം വരുന്നത്. അതിലിപ്പോ സ്പെസിഫിക് വെയിറ്റ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. മാത്രമല്ല ഇവിടെ 1 ലിറ്റർ എന്നുള്ള ഒരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ആണ് ആക്ച്വലി തന്നിരിക്കുന്നത്, 1 ലിറ്റർ. അപ്പൊ ലിറ്ററിന് എന്തിലേക്ക് ആക്കണം? നമ്മള് മീറ്റർ ക്യൂബിന്റെ വാല്യൂവിലേക്ക് മാറ്റിയിട്ട് വേണം ഇതിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് 1 ലിറ്റർ എന്നുള്ളതിനെ 1 ഇൻറ്റു 10⁻³ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായി? നമ്മൾ അതിനെ മീറ്റർ ക്യൂബിലേക്ക് മാറ്റി. അത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വോളിയത്തിന്റെ ഒരു വാല്യൂ കിട്ടി. പിന്നെ ഓട്ടോമാറ്റിക്കലി സ്പെസിഫിക് വെയിറ്റിന്റെ ആ ഒരു ഇക്വേഷനിലേക്ക് ഇനി പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. വെയിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? സ്മോൾ w, അതായത് സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം ചെയ്തതാണ്. ഇപ്പോൾ സ്പെസിഫിക് വെയിറ്റ് എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത്? 6867 എന്നുള്ള വാല്യൂ എഴുതി. വോളിയം എത്ര കിട്ടിയിട്ടുള്ളത്? അതാണ് ഈ ഇത് അല്ലെ, 0.001 എന്നുള്ള വാല്യൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു വാല്യൂയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലമാറ്റിക് സൈഡും ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള തിയറി സൈഡും ഉണ്ട്. ബേസിക്കലി 3 ടോപ്പിക്കേ ഉള്ളൂ. പ്രോപ്പർട്ടീസ് ഉണ്ട്, അതേപോലെ ടൈപ്സ് ഓഫ് പ്രഷേഴ്സ് വരുന്നുണ്ട്, പ്രഷർ മെഷറിംഗ് ഡിവൈസ് വരുന്നുണ്ട്. അപ്പൊ പ്രഷർ മെഷറിംഗ് ഡിവൈസിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്ന മാനോമീറ്ററിന്റെ സൈഡ് മാത്രമാണ്. മെക്കാനിക്കൽ ഗേജസിന്റെ സൈഡിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നില്ല. അപ്പോ ബേർഡൻ ട്യൂബ്, പ്രഷർ ഗേജ് അടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ തിയറി തന്നെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും വരുന്നത്. കറക്റ്റ് ആയിട്ട് പഠിച്ച് തന്നെ എന്ത് ചെയ്യുക? എക്സാമിനെ അഭിമുഖീകരിക്കുക.